ഹലോ, വെൽക്കം ഓൾ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് excelguru.co.in നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസ് റിസൾട്ട് പോർട്ടൽ എന്ന സ്കൂളുകളിലെയും മദ്രസകളിലെയും മറ്റു സ്ഥാപനങ്ങളിലെയും പരീക്ഷാ റിസൾട്ട് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ മദ്രസ അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കുട്ടികളുടെ പേര് വിവരങ്ങളും മാർക്കുകളൊക്കെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതെങ്ങനെ ആണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ ഹോം ഷീറ്റ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് 3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് സ്ഥാപനത്തിൻ്റെ പേര്, സ്കൂളിൻ്റെ പേരോ മദ്രസൻ്റെ പേരോ പൂർണ്ണമായിട്ട് കൊടുക്കണം. എന്താണ് മദ്രസയുടെ പേര് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ഉദാഹരണത്തിന് ഞാൻ മുനവ്വിറുൽ ഇസ്ലാം മദ്രസ എന്ന് കൊടുക്കുന്നു. ഇസ്ലാം മദ്രസ. നിങ്ങൾ എന്താണോ മദ്രസയുടെ പൂർണ്ണമായ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ കൊടുക്കാം. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ ഇവിടെ ആഡ് ചെയ്യാം. മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏത് ഭാഷയിലും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് എവിടെയാണ് സ്ഥാപനം നിലകൊള്ളുന്നത്, വാക്കാൽ വരുന്നു. അഡ്രസ്സ് പൂർണ്ണമായിട്ട് അഡ്രസ്സ്, പോസ്റ്റ് ഓഫീസ് അടക്കമുള്ള അഡ്രസ്സ്, അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റ് പിൻകോഡൊക്കെ അഡ്രസ്സ് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നെയിം ഓഫ് എക്സാമിനേഷൻ, എക്സാമിൻ്റെ പേരെന്താണ്, ക്വാർട്ടർലി എക്സാം, പാദവാർഷിക പരീക്ഷയാണോ, സെമസ്റ്റർ പരീക്ഷയാണോ, അല്ലെങ്കിൽ കൊല്ല പരീക്ഷയാണെങ്കിൽ വാർഷിക പരീക്ഷ, ആനുവൽ എക്സാമാണോ, അതിവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്കൂളിലോ സ്ഥാപനത്തിലുള്ള മുഴുവൻ ക്ലാസ്സുകൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മദ്രസയിലുള്ള മുഴുവൻ ക്ലാസ്സുകൾ ലിസ്റ്റ് ചെയ്യാം. ഇപ്പോൾ STD 1 മുതൽ ലിസ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ഉണ്ടാകേണ്ടത് ചെറിയ ക്ലാസ് അല്ലെങ്കിൽ വലിയ ക്ലാസ്, ഏത് ഓർഡറിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും വൃത്തിയിൽ കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്ന പേരുകളാണ് നമ്മുടെ റിസൾട്ടിൻ്റെ സൈറ്റിൽ ആദ്യമായിട്ട് ക്ലാസ്സിൻ്റെ ഓർഡറിൽ വരിക. ഓക്കെ, ഇവിടെ STD 5 എന്നുണ്ട്. 5ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികളെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ അറ്റൻഡൻസ്, അതായത് ഈ ഒരു പരീക്ഷ ആവുന്ന സമയത്ത് ഈ ഒരു പരീക്ഷ വരെ 5ാം ക്ലാസ്സുകാർ 105 ദിവസം അവർക്ക് പ്രവൃത്തി ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ മാർക്ക് അവർക്ക് എക്സാം നടക്കുന്നത് 300 മാർക്കിലാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമ്മുടെ STD 6 ആഡ് ചെയ്യാണ്. STD 6 ആഡ് ചെയ്യാണ്. ബിയും സിയും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ STD 6 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ STD 6A ആഡ് ചെയ്യുന്നു. STD 6B എന്നും ആഡ് ചെയ്യുന്നു. അതിനുശേഷം സ്റ്റുഡൻസിൻ്റെ എത്രയാണ്, ഇവിടെ 16 സ്റ്റുഡൻസാണ് ഉള്ളത്, ഇവിടെ 18 സ്റ്റുഡൻസാണ് ഉള്ളത്. അങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഇവരുടെ പ്രവൃത്തി ദിവസം 92 ദിവസം, ഇവർ 92 ദിവസം. ഓക്കെ, ആ രൂപത്തിൽ ആഡ് ചെയ്യാം. ഇവർക്കും 200 മാർക്കിലാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഇങ്ങനെ രൂപത്തിൽ മൊത്തം ക്ലാസ്സുകൾ താഴോട്ട് വരെ ആഡ് ചെയ്യാം. ഏകദേശം 30 ക്ലാസ്സുകൾ ആഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. പിന്നെ ഇവിടെ പാസ് മാർക്ക് എന്നുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 100-ൽ എത്ര മാർക്കിലാണ് ജയിക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. 100-ൽ എത്ര മാർക്ക് കിട്ടിയാലാണ് ജയിക്കുക എന്നുള്ളതിനാണ് ഇവിടെ പാസ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 50-ലല്ല. സാധാരണ 50-ലാണ് എക്സാം നടക്കുകയെന്നുണ്ടെങ്കിൽ 100-ലാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ 50-ൽ 18 മാർക്കാണ് ജയിക്കാൻ എന്നുണ്ടെങ്കിൽ 100-ൽ 35 അല്ലെങ്കിൽ 36 മാർക്കാണ് കൊടുക്കേണ്ടത്. പലപ്പോഴും 17.5 പാസ് മാർക്കായിട്ട് വരിക. അതുകൊണ്ട് 35 മാർക്ക് 100-ൽ. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ മദ്രസയിലെ അല്ലെങ്കിൽ സ്കൂളിലെ മാർക്ക് 40 എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, തിരുത്തിയിട്ട് 40 ആക്കാം. അപ്പോൾ 100-ൽ 40, അപ്പം 50-ൽ 20 മാർക്ക് കിട്ടണം എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്യാം. അവിടെ 100-ലാണെന്ന് കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്ത് എല്ലാ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസും അത്രയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇവിടെ സബ്ജക്റ്റിലേക്ക് വരിക. എന്നിട്ട് ഓരോ ക്ലാസ്സിൻ്റെയും സബ്ജക്റ്റ് ഇവിടെ ആഡ് ചെയ്യണം. ഓരോ ക്ലാസ്സിനകത്ത് സബ്ജക്റ്റ് ഉണ്ടെന്ന് ഇവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ STD 6A, ഇവിടെ നമ്മൾ എന്താണ് അവിടെ ലിസ്റ്റ് ചെയ്ത് ഈ ഹോമിലെ ക്ലാസ്സിൽ ലിസ്റ്റ് ചെയ്ത ക്ലാസ്സുകളാണ് ഇവിടെ കാണുക. ഓക്കെ, STD 6A ഖുർആൻ ഹിഫ്ള് ഉണ്ട് അല്ലേ, ഖുർആൻ ഹിഫ്ള് ഉണ്ട്, ഫിഖ്, അഖീദ, അഖ്ലാഖ് ഉണ്ട്. ഓക്കെ, ഫിഖും അഖീദ. ഓക്കെ, ഫിഖ് മദ്രസയിലേതാണ്. ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഖുർആൻ ഹിഫ്ള്, ഫിഖ് ഉണ്ട്, അഖീദ ഉണ്ട്. ഓക്കെ, അഖീദ ഉണ്ട്. അഖീദൻ്റെ ബാക്കി ദുറൂസാണ് അല്ലേ. ഓക്കെ, തൽക്കാലം അഖീദ കൊടുക്കുന്നു. പിന്നെ ലിസാനും താരീഖുണ്ട്, കോപ്പി. ഓക്കെ, പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും ഈ അഖീദയൊന്ന് മാറ്റാം, ദുറൂസ് ആക്കാം. ഓക്കെ, ദുറൂസ് ഓക്കെ, ദുറൂസ് ആകുന്നു.
ഓക്കെ. ഇനി std6 നമുക്ക് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ്. ഓക്കെ, അവിടെ പേസ്റ്റ് ആയി. അവിടെയൊക്കെ ഏത് എത്രയിലാണ് മാർക്ക്? ഒക്കെ 50-ലാണെന്നുണ്ടെങ്കിൽ 50 കൊടുക്കുക. 100-ലാണെങ്കിൽ 100 കൊടുക്കുക. അവിടെ 50 ഒക്കെ 50 ആഡ് ചെയ്യുന്നു. 100-ലാണെങ്കിൽ 100 നമ്മൾ പ്രത്യേകം കൊടുത്താൽ മാത്രം മതി. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഹോമിൽ നോക്കുന്ന സമയത്ത് 200-ലാണ് വന്നത്. ഇവിടെ ആകെ 6 വിഷയങ്ങളും ഓരോ വിഷയം 50 മാർക്കിലാകുമ്പോൾ ഇവിടെ 300 മാർക്ക് വരണം. 6-ാം ക്ലാസ്സുകാർക്ക് 300 മാർക്കാണ് വരേണ്ടത്. 300 ഇവിടെ ആഡ് ചെയ്യുന്നു. ഇവിടെ 300 ആഡ് ചെയ്യുന്നു. അതേസമയം 5-ാം ക്ലാസ്സുകാർക്ക് 8 വിഷയം ഉണ്ടായതുകൊണ്ട് 800 വരിക. അവിടെ 800 ആക്കി കൊടുക്കുന്നു. ഓക്കെ, ഈ രൂപത്തിൽ സെറ്റ് ചെയ്യാം. ഇനി 6B കൊടുക്കണം അല്ലേ? 6B കൊടുക്കാം. ഇതൊക്കെ സെയിം ആണ്, വിഷയങ്ങളും മാർക്കും സെയിം ആണ്. ഞാൻ കോപ്പി ചെയ്യുന്നു. ഇവിടെ 6-ൻ്റെ ഇത് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യുന്നു. ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ 6B കൊടുക്കുന്നു. 6B ഓക്കെ. 6B നമ്മൾ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും. അത് പിന്നെ അത്ര പ്രസക്തമല്ല, ജസ്റ്റ് എണ്ണം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെയും, നമ്മൾ എത്ര ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൻ്റെ ഒക്കെ വിഷയം ഒരു സമയം ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ വന്നാൽ std5-ൻ്റെ ഒരു ഷീറ്റ് ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അതിൻ്റെ ഇവിടെ std5 എന്നുണ്ട്, ഇവിടെ std5 ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ എന്ത് പേരാണോ കൊടുത്തത്, ഈ ക്ലാസ് എന്നുള്ള കോളത്തിൽ std5 എങ്ങനെയാണ് കൊടുത്തത് അതേ രൂപത്തിൽ ഷീറ്റ് നെയിമും കൊടുക്കണം. അപ്പോൾ ഇനി ഇവിടെ std6 ഇല്ല, 6A 6B ഒന്നുമില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെ 6A ഉണ്ടാക്കുക? ഓക്കെ, അതാദ്യം നമുക്ക് ഉണ്ടാക്കാം. ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അല്ലേ? ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അത് റീനെയിം ചെയ്യാം. എന്ത്? std6A അല്ല വേണ്ടത്, 6A. ഓക്കെ, അത് ഇവിടെ റീനെയിം ചെയ്യാം. std6A എന്നുള്ളത് ഇവിടെയും റീനെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ 6-ൻ്റെ വിഷയങ്ങൾ ഇവിടെ വരുന്നത് കാണാൻ പറ്റും അല്ലേ? 6-ൻ്റെ വിഷയങ്ങൾ വരുന്നത് കാണാൻ പറ്റും. ഇവിടെ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മാറ്റാം. ജസ്റ്റ് മാർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി കൊടുക്കാം. ശരി, ഓക്കെ, ക്ലിയർ ചെയ്യുന്നു. താരീഖിൽ ജസ്റ്റ് ഒരു 20 മാർക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കുട്ടി ഡീറ്റെയിൽസ് മൊത്തം താഴോട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ std6A കുട്ടികളെ അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, ഇതെന്ത് ചെയ്യും? താഴോട്ട് നമ്മൾ എന്ത് ചെയ്യും? എൻ്റർ ചെയ്ത് കൊടുക്കാം. അവരുടെ മാർക്കുകളും ഈ ഒരു കള്ളികൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 20 വിഷയങ്ങൾ വരെ ഉപയോഗിക്കാൻ പറ്റും. 20 വിഷയങ്ങൾ വരെ കുട്ടികൾക്കൊരു എക്സാമിൽ ഇവിടെ രേഖപ്പെടുത്താം. ഇവിടെ 20 കോളങ്ങളുണ്ട്, 20 വരെ സപ്പോർട്ടാവും. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ കള്ളികളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ ഈ ഫംഗ്ഷൻ വർക്കാവില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോളങ്ങൾ ജസ്റ്റ് റീസൈസ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം ഇവിടെ എത്ര മണി റീസൈസ് ചെയ്ത് വെച്ചാൽ അവിടെ ഉണ്ടായിക്കോളും, പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഡിലീറ്റ് ചെയ്താൽ ബുദ്ധിമുട്ടാവും. ഓട്ടോമാറ്റിക്കായി ടോട്ടൽ ഇവിടെ വരും, പെർസെൻറ്റേജ് വരും. ഓക്കെ, പെർസെൻറ്റേജ് വരും, പാസ് വരും, പാസ്സാണ് ഫെയിലാണ് വരും. ഒരു വിഷയത്തിൽ 15-ൻ്റെ താഴെ വന്ന് 35-ൻ്റെ താഴെ, അതായത് 50-ലാവും 18-ൻ്റെ താഴെ വന്നാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫെയിലാവും. ജസ്റ്റ് കാണിക്കാം. ഇവിടെ 20 എന്നുള്ളത് ജസ്റ്റ് 17 ആക്കിയാൽ ഒക്കെ ഫെയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓരോ വിഷയത്തിൻ്റെ മാർക്ക് മുകളിൽ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് എത്രയാണ് അതൊക്കെ ഫോർമുലയാണ്, ഒന്നും ചെയ്യാൻ കണ്ടതില്ല. നമ്മൾ ഈ സബ്ജക്റ്റ് എന്നുള്ളിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ഹാജർ ഇവിടെ ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, എത്ര ഹാജറാണ് ഈ കുട്ടിക്കുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. 100 ആണെങ്കിൽ 92 ടോട്ടൽ മേലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് 88 ദിവസമാണ് കുട്ടി ഹാജർ ഇവിടെ കൊടുക്കുക. ഓക്കെ, ആ രൂപത്തിൽ നൽകേണ്ടതുണ്ട്. പിന്നെ കുട്ടി ഫെയിലാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് റാങ്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു std6-ൽ ഒരു ഡാറ്റ എൻ്റർ ചെയ്ത് കാണിക്കാം. ഓക്കെ, അഡ്മിഷൻ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഇത് അഡ്മിഷൻ നമ്പറാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഈ കുട്ടീൻ്റെ റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് അഡ്മിഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്താണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് മാറ്റി കൊടുക്കാം. ഓക്കെ, കുട്ടീൻ്റെ പേര് ആയിഷ ഫെബിൻ. ഓക്കെ, ജസ്റ്റ് ആഡ് ചെയ്യുന്നു. ഓരോ മാർക്ക് ജസ്റ്റ് റാൻഡമായിട്ട് ആഡ് ചെയ്യാണ്. 50, 45, 32, 30,
42 29. ഓക്കെ, ഈ രൂപത്തിൽ ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ഇവിടെ അപ്ഡേറ്റ് ആവും. ഹാജർ മാത്രം ഇവിടെ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഈ രൂപത്തിൽ നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെയും ഇങ്ങനെ സെറ്റ് ചെയ്താൽ നമുക്ക് ഈ റിസൾട്ടിൻ്റെ ലിങ്ക് വളരെ മനോഹരമായിട്ട് കൃത്യമായിട്ട് കുട്ടികൾക്ക് റിസൾട്ട് എത്തിക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എല്ലാ ക്ലാസ്സിനും ഇതേമാതിരി ഷീറ്റ് ഉണ്ടാക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് അല്ലെ നമ്മൾ STD-RA ഉണ്ടാക്കിയതുപോലെ എല്ലാ ക്ലാസ്സിനും ഒരു മദ്രസയിൽ 20 ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മദ്രസയിലെ 20 ക്ലാസ്സുകൾക്കും ഇതേ രൂപത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ട് നൽകി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ റിസൾട്ടിൻ്റെ ഫയൽ വർക്കിംഗ് ആവുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ ഏതെങ്കിലും ഫയലിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതിയാവും. ഓക്കെ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടാം. അസ്സലാമു അലൈക്കും.